ദ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഫോർ എ നീറ്റ് എക്സാംസ്. നമ്മൾ എങ്ങനെയാ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് കണ്ടെത്തുക? അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നന്നായി ഒബ്സർവ് ചെയ്യുമ്പോഴാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന് നമ്മൾ NCERT സിലബയുമായി നന്നായിട്ട് ചേർത്ത് ഒത്തു നോക്കുമ്പോൾ നമുക്കറിയാം ഏത് ഏരിയയ്ക്കാണ് മോർ പ്രയോറിറ്റി, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ വരുന്നത് നമുക്കറിയാൻ പറ്റും. ഇപ്പൊ പുതിയ പാറ്റേണിൽ നമുക്കറിയാം അസെർഷൻ റീസൺ ക്വസ്റ്റ്യൻ ഉണ്ട് ഇല്ലേ, നന്നായിട്ട് ഒബ്സർവ് ചെയ്താൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, കാൽക്കുലേഷൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. സോ സിമ്പിൾ സജഷൻ ഇതാണ്, നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടുന്നു, അത് പ്രാക്ടീസ് ചെയ്യുന്നു. അത് എങ്ങനെ നമ്മൾ എടുത്തത് എന്ന് ചോദിച്ചാൽ അത് നിരന്തരം ചോദിക്കുന്ന ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിനാണ്. ആ ഏരിയയിൽ നിന്ന് വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, തീർച്ചയായും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അറ്റോമിക് സ്ട്രക്ചറിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ എക്സ്ചേഞ്ചസ് ഇൻ D4 and D5 configurations are respectively. നമ്മളോട് എപ്പോഴും ചോദിക്കും ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ് ആർ മോർ സ്റ്റേബിൾ. വൈ? അപ്പോൾ നമ്മൾ പറയും ദേ ഹാവ് ഗ്രേറ്റർ എക്സ്ചേഞ്ച് എനർജി ആൻഡ് സിമട്രി. ആ ടോപ്പിക്കിന്റെ കണക്ഷൻ ആണ്. ഇപ്പോൾ D4 ഡിക്ക് 5 ഓർബിറ്റൽസ് ആണ്, 1 2 3 4 4 ഇലക്ട്രോൺസ് ഉണ്ട് D ഓർബിറ്റലിൽ. അപ്പോൾ അതിന്റെ എക്സ്ചേഞ്ച് നമ്മൾ എങ്ങനെയാ പറയുക? D1ന് ഇങ്ങോട്ടൊരു എക്സ്ചേഞ്ച് തിരിച്ചും, ഇങ്ങോട്ടൊരു എക്സ്ചേഞ്ച് തിരിച്ചുകൊണ്ട്. അപ്പൊ എത്ര എക്സ്ചേഞ്ച് ആയി? ഫസ്റ്റ് ഇലക്ട്രോണിന് വിത്ത് റെസ്പെക്ട് ടു നമുക്ക് 3 എക്സ്ചേഞ്ച് ആയി. അപ്പൊ അടുത്ത ഇലക്ട്രോണിന് 2 എക്സ്ചേഞ്ച് പോസിബിൾ ആണ്, ലാസ്റ്റ് ഇലക്ട്രോണിന് 1 എക്സ്ചേഞ്ച് പോസിബിൾ ആണ്. അപ്പൊ 3 + 2 + 1 = 6 എക്സ്ചേഞ്ച് D4ന് പോസിബിൾ ആണ്. ആ D6 വെച്ച് തന്നെ നമുക്ക് ആൻസർ കിട്ടും, ദ സെക്കൻഡ് ഓപ്ഷൻ. എന്നാലും നമുക്ക് D5 കൂടെ ഒന്ന് നോക്കാം. D5ന് എത്ര ഓപ്ഷൻസ് വരും, എത്ര എക്സ്ചേഞ്ച് വരും? D5 1 2 3 4 5 1 2 3 4 5. ആ സിസ്റ്റം പിടികിട്ടി നമുക്കറിയാം. ഇവിടെ ഫസ്റ്റിന് 1 2 3 and 4 ആണെങ്കിൽ പിന്നെ പ്രോഗ്രഷൻ ആണ് അല്ലേ, 4 + 3 + 2 + 1 that is equal to 10. once again ആദ്യത്തേന് 4, അടുത്തേന് 3, അടുത്തേന് 2 and the last one ഒരാൾക്കും കൂടെ പോസിബിലിറ്റി ഉണ്ട് 1. അപ്പോൾ 4 + 3 + 2 + 1 10 എക്സ്ചേഞ്ച് എനർജി. എക്സ്ചേഞ്ച് എനർജി കൂടുന്തോറും സ്റ്റെബിലിറ്റിയും കൂടും. ഓക്കെ, ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ അതേ പാറ്റേണിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഫിഗർ പോലെ നമുക്ക് തോന്നും. ഫോർ ഹൈഡ്രജൻ ആറ്റം ദ എനർജി റിക്വയർഡ് ഫോർ ദ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഫ്രം വേരിയസ് സബ്ഷെൽ ഈസ് ഗിവൺ അണ്ടർ ഒരു ഗ്രാഫ് പോലെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. ദ ഓർഡർ ഓഫ് ദി എനർജീസ് വുഡ് ബി. ഇത് 3sന്റെ എനർജിയെ നമ്മൾ E1 എന്ന് മാർക്ക് ചെയ്യുന്നു, 3pയുടെ എനർജി നമ്മൾ E2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, 3dയുടെ എനർജി E3. ഹൈഡ്രജന്റെ ആറ്റം പെട്ടെന്ന് പറയാം നമുക്ക്. ഇതിൽ ആർക്കാണ് എനർജി കൂടുതൽ എന്ന് ചോദിച്ചാൽ 3sനാണോ 3pക്കാണോ 3dക്കാണോ എനർജി കൂടുതൽ? പെട്ടെന്ന് നമുക്കറിയാം 3dയുടെ എനർജി കൂടുതലാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉള്ളത്, ഹൈഡ്രജന്റെ ആറ്റമാണ്. ഹൈഡ്രജന്റെ ആറ്റത്തിന്റെ എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ n വാല്യൂ. അപ്പോൾ 3s ആയാലും 3p ആയാലും 3d ആയാലും n വാല്യൂ സെയിം ആയതുകൊണ്ട് 3 പേരുടെയും എനർജി എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ 3sന്റെ എനർജി 3pയുടെ എനർജി 3dയുടെ എനർജി സെയിം ആയതുകൊണ്ട് E1 = E2 = E3. നമ്മൾ അത്തരത്തിലൊരു ഓപ്ഷൻ കണ്ടെത്തുന്നു. The option goes to E1 is equal to E2 is equal to E3. For multi-electron system, energy depends on n and l value. But for hydrogen atom, energy depends only on n value. സ്ഥിരമായി വരുന്നതാണ് അസെർഷൻ റീസൺ ടൈപ്പിലൊരു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ കൺഫ്യൂഷൻ അസെർഷനും റീസണും വരുമ്പോൾ 4 ഓപ്ഷൻസും കാണും, അറിയാമല്ലോ. അപ്പൊ ഇവിടെ അസെർഷൻ ദ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് നെഗറ്റീവ് ദാറ്റ് ഓഫ് ക്ലോറിൻ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലയോ? തീർച്ചയായും അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിന് കുറവാണ് ഡ്യൂ ടു ഇറ്റ്സ് വെരി സ്മാൾ സൈസ്. സോ അസെർഷൻ ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. അത് കറക്റ്റ് അല്ലേ? ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ് ആരാണ്? ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി പോളിം സ്കെയിലിൽ 4 വരും. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഇനി അടുത്ത ജോലി ഇത് തമ്മിൽ ലിങ്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അല്ലേ. അസെർഷന്റെ റീസൺ ആണോ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ? അല്ല.
അതിന്റെ റീസൺ ഫ്ലൂറിന്റെ സ്മോൾ സൈസിനെ ബേസ് ചെയ്താണ്. സോ വി ക്യാൻ മാർക്ക് വിച്ച് ഓപ്ഷൻ. ബോത്ത് ആർ കറക്റ്റ് ബട്ട് നോട്ട് ദി കറക്റ്റ് explanation or justification. So both assertion and reason statements are correct, but the reason does not justify the assertion statement. Option number second one. നമുക്ക് എപ്പോഴും പരിചയമുള്ള പ്രോപ്പർട്ടികളിൽ ഒന്നാണ് അയോണൈസേഷൻ എൻതാൽപ്പി. ഒരു ഇലക്ട്രോണിനെ അതിന്റെ വാലൻസ് ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ട എനർജിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി. ഇപ്പോൾ ഇവിടെ 5 successive ionization energy or enthalpy of an element A are, first one is 800, then 2427, 3658. Suddenly ഒരു ബിഗ് ജമ്പ് ആണ് വാല്യൂല് 25,024 അല്ലേ? എന്താണ് വലിയൊരു ബിഗ് ജമ്പ് അവിടെ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടായിരിക്കും? വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ തീർന്നിരിക്കുന്നു ഇല്ലേ? നമ്മളിപ്പോ ഒരു വാലൻസ് ഷെല്ല് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ 1, 2, 3 അല്ലേ? ഒരു ഇലക്ട്രോൺ പോയി, പ്രോബ്ലം ഇല്ല. പിന്നെ രണ്ടാമത്തെ ഇലക്ട്രോൺ പോയി, 3 ഇലക്ട്രോണും പോകുമ്പോൾ ഏതാണ്ട് ഒരു ഷെല്ല് പോയ ഒരു ഫീലാണ്. അമാറായി. ഇപ്പൊ എത്രാമത്തെ വാല്യൂ ആണ് അത്ര വെരി ഹൈ ആയിരിക്കുന്നത്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് വാല്യൂ അബ്നോർമലി വെരി ഹൈ ആണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 32,000 വന്നിട്ടുണ്ട്. സോ ബിഗ് ജംപ് ഈസ് ഒബ്സർവ്ഡ് അറ്റ് fourth ionization enthalpy. So number of valence electron goes to 3. മൂന്നാമത്തെ വാലൻസ് ഇലക്ട്രോണും പോയി കഴിയുമ്പോഴാണ് ഫോർത്ത് എനർജി വെരി ഹൈ ആയി മാറുന്നത്. സോ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇസ് 3, ഇറ്റ്സ് വാലൻസി ഈസ് 3. അപ്പോ എക്ക് ഒരു 3+ ആണ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചാർജ്. സോ ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ഇറ്റ്സ് ക്ലോറൈഡ് എന്ന ചോദ്യത്തിൽ നമ്മൾ പറയും അതിന്റെ കൂടെ ക്ലോറിൻ വന്നാൽ -1 നമ്മൾ ക്രോസ് ചെയ്യുന്നു. അതിന്റെ ഫോർമുല ACl3 because its valence electrons are 3. Okay.